കുട്ടിക്കാലത്ത് എനിക്കൊരു രോഗമുണ്ടായിരുന്നു. ആ രോഗം കാരണത്താൽ ഞാൻ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ കാണാൻ പോയി. മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ മഹാനവറുകൾ എത്രയാണ് നിസ്കരിച്ചത്, എത്രയാണ് ഉറക്കമൊഴിച്ചത്. പക്ഷേ തഹജ്ജുദ് നിസ്കരിക്കാൻ അവരെ കിട്ടൂല, സുന്നത്ത് നോമ്പെടുക്കാൻ അവരെ കിട്ടൂല, ഉറക്കമൊഴിക്കാൻ അവരെ കിട്ടൂല. ഞാൻ സി.എം. വലിയുള്ളാൻ്റെ ആളാണെന്ന് പറയും. അതാണ് വഖാല ബഅദുൻ നഹ്നു മിൻ അഹ്സാബിഹി സി.എം. വലിയുല്ലാഹി കാന അളീമാ. റബീഉൽ അവ്വൽ 12 ജനിച്ച ആളാണ് മഹാനായ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. അതൊരു വലിയ ഒരു ഭാഗ്യം തന്നെയല്ലേ റബീഉൽ അവ്വൽ 12. കാരണം ജനനവും മരണമൊന്നും നമ്മളെ നിയന്ത്രണത്തിലല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഭാഗ്യം കൊടുത്ത ആളാണ്. ബാപ്പ ഹജ്ജിന് പോയ സമയത്ത് നിങ്ങൾക്ക് ഒരു വലിയായ മകൻ ജനിക്കാൻ പോകുന്നു എന്ന് സ്വപ്നത്തിൽ കണ്ടിരുന്നു. മഹാനവറുകൾ വാളിന് പോയ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു വലിയായ മകൻ ജനിച്ചിട്ടുണ്ടെന്ന് വേറെ ഒരു മഹാൻ സൂചിപ്പിച്ചപ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ വീട്ടിൽ വന്നപ്പോൾ മഹാനവറുകൾ ജനിച്ചത് കാണുകയായിരുന്നു. മുഹമ്മദ് എന്നും അബൂബക്കർ എന്ന് ചേർത്തുകൊണ്ട് വിളിക്കണമെന്ന് നിർദ്ദേശം കിട്ടിയതനുസരിച്ച് വിളിച്ചതായിരുന്നു. അതാണ് മുഹമ്മദ് അബൂബക്കറിൽ മടവൂരി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ഇവിടെ ഈ പരിപാടി നിയന്ത്രിക്കുന്നവരുണ്ട്, അവരെയും നിയന്ത്രിക്കുന്നവരുണ്ട്, അവരെയും നിയന്ത്രിക്കുന്നവരുണ്ട്. എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം യജമാനനാണ്. അവനാണ് എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ളതും എല്ലാ സൃഷ്ടികളെയും പോറ്റി വളർത്തുന്നവനും. അതുകൊണ്ടാണ് നാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സർവ്വ സൃഷ്ടികളുടെയും റബ്ബ് എന്ന് അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്നത്. റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂനു റബ്ബാനിയീന എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റബ്ബാനികളാകണം എന്നാണ് അതിൻ്റെ നേരെ അർത്ഥം. റബ്ബാനികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. കൂനു ഉലമാ ഫുഖഹാ, നിങ്ങൾ നല്ല സഹനമുള്ളവരും നല്ല കാര്യവിവരമുള്ളവരും ആയിരിക്കണം. അതിൻ്റെ പുറമെ ആളുകളെ ബിസിഗാരിൽ ഇൽമി ഖബ്ല കിബാരിഹി, വലിയ വലിയ വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവരോട് പറയുന്നതിന് മുമ്പ് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ സംസ്കരിച്ചെടുക്കുന്നവർ ആയിരിക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മൾ റബ്ബാനികളാകണം. റബ്ബാനികളായ ധാരാളം മഹാന്മാർ പൂർവ്വകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാം കല്ലിമിന്നാസ ബി ഖദ്രി ഉഖൂലിഹിം എന്ന, അതുപോലെ കല്ലിമിന്നാസ ബിമാ യഅരിഫൂൻ എന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് ആവശ്യമുള്ള വിഷയങ്ങൾ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ജനങ്ങളെ സംസ്കരിച്ചെടുത്തവരാണ്. അതിന് അല്ലാഹു നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുപോലെയല്ല ഈ ഭൂമിയിൽ സംവിധാനിച്ചിട്ടുള്ളത്. എല്ലാവരെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള പക്വതയും പാകതയും ഫിത്രത്തും അനുസരിച്ചാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്റാനിഹി വയുമജ്ജിസാനിഹി. എല്ലാവരെയും അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത് ശരിയായത് സ്വീകരിക്കാനുള്ള പക്വതയിലും പാകതയിലും അതിനുള്ള പ്രകൃതിപരമായ അവസ്ഥയിലുമാണ്. എന്നാൽ സാഹചര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യരെ യഹൂദിയും നസ്രാനിയും മറ്റ് പലതുമാക്കി മാറ്റുന്നത്. അവരുടെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൻ്റെ അർത്ഥം മാതാപിതാക്കളുടെ പ്രചോദനവും
അവരുടെ പ്രവർത്തനവും അവർ സൃഷ്ടിക്കുന്ന സാഹചര്യവുമാണ് പലപ്പോഴും യഹൂദിയും നസ്രാനിയും പിഴച്ചവരുമൊക്കെയായി പലരെയും നീക്കിക്കളയുന്നത്. നമ്മളോട് അള്ളാഹുവിൻ്റെ കൽപ്പന എല്ലാവരോടും നല്ലത് പറയണം എന്നാണ്. ഖൂലൂ ലിന്നാസി ഹുസ്ന, സർവ്വജനങ്ങളോടും നല്ലത് പറയണം. അവിടെ യഹൂദിയോ നസ്രാനിയോ ആരാണെങ്കിലും അവരോടെല്ലാം പറയുന്നത് നല്ലതായിരിക്കണം. അങ്ങനെ നല്ലത് പറയുമ്പോൾ അള്ളാഹു തൗഫീഖ് ചെയ്തവർക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം ലഭിക്കും. അങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ലോകത്ത് ദീനീ പ്രവർത്തനം നടത്തുക, ദഅവത്ത് നടത്തുക എന്നതാണ് സ്വാലിഹീങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. വളഞ്ഞ വടിക്ക് നേരെയുള്ള നിഴലുണ്ടാവില്ല. മുത്തനജിസായ വെള്ളം കൊണ്ട് ഒരു സാധനം കഴുകി വൃത്തിയാക്കാൻ കഴിയില്ല. തൊഹൂറായ വെള്ളം കൊണ്ടാണ് മറ്റൊരു സാധനം വൃത്തിയാക്കാൻ കഴിയുന്നത്. നേരെയുള്ള കോല് കൊണ്ടാണ് നേരെയാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലവരായ നേരെ ജീവിക്കുന്ന മുസ്തഖീമായ വഴിയിൽ ജീവിക്കുന്ന മഹാന്മാർ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിത ശൈലിയുമാണ് ലോകത്തെ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിച്ചത്. അവർ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാളെ കുറ്റം പറയില്ല. അവർ ജീവിതത്തിൽ ഒരിക്കലും ഏഷണി പറയില്ല. അവരൊരിക്കലും ആരെയും നിന്ദിച്ച് സംസാരിക്കുകയില്ല. അവർ ഒരിക്കലും കളവ് പറയില്ല. അവരൊരിക്കലും ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയില്ല. അവരെപ്പോഴും അള്ളാഹു എൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്നു എന്ന നിലക്ക് സംസാരം നിയന്ത്രിക്കും. അതേപോലെ തന്നെ അവരെ വയറ് നിയന്ത്രിക്കും. ഹലാലായതല്ലാത്തത് അവർ ഭക്ഷണം കഴിക്കില്ല. അവർക്ക് ഹലാലാണെന്ന് ഉറപ്പുള്ളതേ അവർ കഴിക്കുകയുള്ളൂ. അതുപോലെ അവരുടെ കണ്ണ് അവരെ നിയന്ത്രിക്കും. ഹറാമിലേക്ക് അവർ നോക്കുകയില്ല. അവരുടെ കാത് അവർ നിയന്ത്രിക്കും. കളവ് പറയുന്നത് കേൾക്കാനും ഗീബത്ത് കേൾക്കാനും അവർ പോയിരിക്കുകയില്ല. അവർ കാതിൽ ഹലാലായത് മാത്രം കേൾക്കും, ആവശ്യമുള്ളത് മാത്രം കേൾക്കും. അവരുടെ നാവ് കൊണ്ട് അള്ളാഹു അനുവദിച്ചത് മാത്രം സംസാരിക്കും. അവരുടെ കൈ കൊണ്ട് അള്ളാഹു അനുവദിച്ചത് മാത്രം പിടിക്കും. അവരുടെ കാലുകൊണ്ട് അള്ളാഹു അനുവദിച്ചതിലേക്ക് മാത്രം നടന്നു പോകും. അങ്ങനെ അവരുടെ അവയവങ്ങളും ശരീരവും പൂർണ്ണമായും അള്ളാഹുവിൻ്റെ അടിമത്തത്തിലാണ് എന്ന ബോധത്തോടുകൂടി അള്ളാഹുവിൻ്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം അവരുടെ ശരീരവും മനസ്സും ആത്മാവും അവർ അള്ളാഹുവിനെ സമർപ്പിച്ച് ജീവിക്കും. അവരാണ് അള്ളാഹുവിൻ്റെ സാലിഹീങ്ങൾ. അവരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അവരാണ് ആരിഫീങ്ങൾ. അവർ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞതാണ്. അവരുടെ മനസ്സിലെപ്പോഴും അള്ളാഹ് എന്ന ചിന്തയാണ്. അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഈ. അതവരുടെ ദിക്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സാക്ഷിയാണ്. അള്ളാഹു എന്നെ നോക്കുന്നവനാണ്. അള്ളാഹു എന്നെ കാണുന്നവനാണ്. അള്ളാഹു എനിക്ക് ഹാജറുള്ളവനാണ്. അള്ളാഹു തആല എൻ്റെ കൂടെയാണ്. ഈ അർത്ഥം വരുന്ന ദിക്ർ ഔലിയാക്കളായ മഹാന്മാർ പലരും ചൊല്ലിയതായി നമുക്കറിയാം. അവരുടെ ചിന്ത എപ്പോഴും അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിനെ തന്നെ അവർ സ്നേഹിക്കുന്നു. വല്ലദീന ആമനു അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അവരുടെ സ്നേഹം പൂർണ്ണമായും അള്ളാഹുവിലാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെയും അവർ സ്നേഹിക്കുന്നു. അള്ളാഹു സ്നേഹിക്കുന്നവരെയും അവർ സ്നേഹിക്കുന്നു. അതാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീന ഗൈറ ളാല്ലീന വലാ മുദല്ലീൻ സിൽമൻ ലിഔലിയാഇക വഅദുവൻ ലിഅദാഇക നുഹിബ്ബു ബിഹുബ്ബിക മൻ അഹബ്ബക വനുആദി ബിഅദാവതിക മൻ ഖാലഫക. നിസ്കാരശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുപ്രാർത്ഥന നടത്തിയ ഒരു ദുആയാണ്. ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ ഹാദീന, അല്ലാഹുവേ ഞങ്ങളെ നീ ഹാദികളാക്കണം, സന്മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നവരാക്കണം. അങ്ങനെ സന്മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്നവർ ആക്കി ഞങ്ങളുടെ വാക്കുകൊണ്ട് പലരും സന്മാർഗത്തിലാകുന്നു. അതുമാത്രം പോരാ, മുഹ്തദീന, ഞങ്ങൾ സന്മാർഗികളാകണം. ഞങ്ങളെ നീ സന്മാർഗികളാക്കി തരണം. അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീന ഗൈറ ളാല്ലീന വലാ മുദല്ലീൻ. ഞങ്ങളെ നീ പിഴച്ചവരാക്കരുത്. വലാ മുദല്ലീൻ, വേറെ ഒരാളെ പിഴപ്പിക്കുന്ന ആളുമാക്കരുത്. വലാ
ളാല്ലീന വലാ മുളില്ലീൻ സിൽമൻ ലി ഔലിയായിക്. ഒരാൾ ഹിദായത്തിലായി നിലനിൽക്കണമെങ്കിൽ, പിഴച്ചു പോകാതിരിക്കണമെങ്കിൽ അവൻ എപ്പോഴും അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ സ്നേഹിക്കുന്നവനും അംഗീകരിക്കുന്നവനും ബഹുമാനിക്കുന്നവനും ആയേ പറ്റൂ, അല്ലെങ്കിൽ അവൻ്റെ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്ന സമയത്ത് അവിടെ കൂട്ടി ദുആ ചെയ്യുകയാണ്, സിൽമൻ ലി ഔലിയായിക്, നീ ഇഷ്ടപ്പെട്ട ആളുകളോട്. ഔലിയാ എന്ന് പറയുന്നത് വലി എന്ന വാചകത്തിൻ്റെ ബഹുവചനമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ ഒരു പ്രയോഗമാണ് അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ ഔലിയാ. അതേപോലെ മറ്റു ചില സ്ഥലങ്ങളിൽ അലാ ഇന്ന ഹിസ്ബല്ലാഹ്, അള്ളാഹുവിൻ്റെ പാർട്ടി, അങ്ങനെയും അള്ളാഹു തആല പ്രയോഗിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ശരി, അലാ ഇന്ന ഔലിയാ അല്ലാഹി, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നിശ്ചയമായും ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല, അവരൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടവരാണ്. അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടപ്പോൾ പിന്നെ സൃഷ്ടികളെ ഭയപ്പെടേണ്ട വിഷയം അവർക്കില്ല. അതിനർത്ഥം അവർ യാതൊരു വിഷയവും പരിഗണിക്കുകയില്ല എന്നല്ല, മറിച്ച് പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കും, അവഗണിക്കേണ്ടതിനെ അവഗണിക്കും, സ്നേഹിക്കേണ്ടതിനെ സ്നേഹിക്കും, അതുപോലെ വെറുക്കേണ്ടതിനെ വെറുക്കും. അത് അവരുടെ ജീവിത രീതിയാണ്. അതേ സമയത്ത് അവരുടെ ഖൗഫും റജാവും അള്ളാഹുവിലാണ്. അള്ളാഹുവിനെ ഭയപ്പെടുകയാണവർ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഭയം ചിലപ്പോൾ പലരെയും ഭയപ്പെട്ടു എന്ന് വരും. മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അള്ളാഹുവിനോട് താണുകയാണ് രാത്രി സമയത്ത് പ്രാർത്ഥിച്ചു, അള്ളാഹുവെ, മലക്കുൽ മൗത്തിനെ എൻ്റെ സമീപത്തേക്ക് അയക്കരുത്, മലക്കുൽ മൗത്തിനെ എൻ്റെ സമീപത്തേക്ക് അയക്കരുത്. അദ്ദേഹത്തിൻ്റെ വരവെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വളരെ ഗൗരവത്തോടെ വന്നാൽ എനിക്ക് പ്രയാസമാകുമല്ലോ എന്ന നിലക്ക് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു ദുആ ചെയ്തു. ബഹുമാനപ്പെട്ടവർ തന്നെ സ്വന്തം കിതാബായ ഫത്ഹുർ റബ്ബാനിയിൽ ആ സംഭവം പറയുന്നുണ്ട്. അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, മലക്കുൽ മൗത്തിനെ എൻ്റെ അടുക്കൽ അയക്കരുത്, അദ്ദേഹത്തിൻ്റെ വരവെങ്ങനെയെന്ന് അറിയുന്നില്ല. അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ചെറിയ ഒരു മയക്കം പോലെ. അപ്പോൾ ഒരാൾ കയറി വന്നു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങളാരാ? ഞാൻ മലക്കുൽ മൗത്താണ്, ഞാൻ മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തില്ലേ, നിങ്ങളെ എൻ്റെ സമീപത്തേക്ക് അയക്കരുതെന്ന്. അപ്പോൾ മലക്കുൽ മൗത്തിൻ്റെ ചോദ്യം, ഞാൻ എന്ത് തെറ്റ് ചെയ്തു ശൈഖ് അവറുകളെ, എന്നെ നിങ്ങളെ സമീപത്ത് അയക്കരുത് എന്ന് നിങ്ങൾ പറയാൻ ഞാനെന്ത് തെറ്റ് ചെയ്തു? അയ്യു തമ്പില്ലി, ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. അപ്പം നിങ്ങളെ വരവെങ്ങനെ അതറിയുന്നില്ലല്ലോ. അപ്പോൾ മഹാനായ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഓ ശൈഖ് അവറുകളെ, ഇന്നമാന അബ്ദുൻ, ഞാനൊരടിമ മാത്രമാണ്, അള്ളാഹുവിൻ്റെ അടിമ, മൗമൂർ, കൽപ്പിക്കപ്പെടുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന അടിമ. എനിക്ക് യാതൊരു അധികാരവുമില്ല. ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നീങ്ങുന്ന ഒരടിമ മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ റൂഹ് പിടിക്കുമ്പോൾ വളരെ ലോലമായി മയമായി പിടിക്കണം എന്ന് എൻ്റെ റബ്ബ് കൽപ്പിച്ചാൽ ഞാൻ അതേ നിലക്ക് പിടിക്കും. അള്ളാഹുവെ, CM വലിയുല്ലാഹിയെ സ്നേഹിച്ച് ആദരിച്ച് ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ ഞങ്ങൾക്ക് നിന്നോട് ദുആ ചെയ്യാനുള്ളത് ഞങ്ങളുടെ ഹുസ്നുൽ ഖാത്തിമത്തിന് വേണ്ടിയാണ്. ഞങ്ങളുടെ ഖാത്തിമത്ത് അവസാനം നീ നന്നാക്കണം റഹ്മാൻ. ഞങ്ങളുടെ റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുമെന്ന കാര്യം ഉറപ്പാണ്. ഡേറ്റ് ഞങ്ങൾക്കറിയില്ല, സമയം ഞങ്ങൾക്കറിയില്ല, അത് നിനക്ക് മാത്രമേ അറിയൂ. അള്ളാഹുവെ, നിന്റെ നിയന്ത്രണത്തിലാണ് ഞങ്ങളുടെ സർവ്വകാര്യങ്ങളും. നീ ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ, ഹുസ്നുൽ ഖാത്തിമത്ത് തരണം റഹ്മാനെ. ഞങ്ങൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നതും അമ്പിയാക്കളെ ബഹുമാനിക്കുന്നതും ഞങ്ങൾ ഏത് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതും ഞങ്ങൾ ആഖിബത്ത് നന്നാകാൻ വേണ്ടിയാക്കി തരണം റഹ്മാനെ. മലക്കുൽ മൗത്തിൻ്റെ മറുപടി, ഇന്നമാ അന അബ്ദും മൗമൂർ, ഞാൻ നിർദ്ദേശിക്കപ്പെടുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു അടിമയാണ്. എനിക്ക് സ്വന്തത്തിൽ അധികാരമില്ല, എനിക്ക് യാതൊന്നുമില്ല. അല്ലാഹു തആല ഒരു മനുഷ്യൻ്റെ റൂഹ് വളരെ മയമായി പിടിക്കണം എന്ന് എന്നോട് നിർദ്ദേശിച്ചാൽ ഞാൻ ആ കൽപ്പനക്കനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കും. ഇനി വേറെ ഒരാളെ റൂഹ് വളരെ കടുപ്പത്തിൽ പിടിക്കണമെന്ന് പറഞ്ഞാൽ
ഞാൻ ആ നിർദ്ദേശമനുസരിച്ച് കൽപ്പനയനുസരിച്ച് പ്രവർത്തിക്കും. മലക്കുകൾ അങ്ങനെയല്ലേ? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യും. എനിക്കൊരധികാരവുമില്ലല്ലോ. പിന്നെ നിങ്ങളെന്തിനാണ് എന്നെ വെറുക്കുന്നത്? നിങ്ങളെന്തിനാണ് എന്നെ ഞാൻ സമീപത്ത് വരരുത് എന്ന് പടച്ചവനോട് പറയുന്നത്? ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, ഞാൻ നിർദ്ദേശപ്രകാരം ചെയ്യുകയല്ലേ. അപ്പോഴാണ് മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ, മുഹീദ്ദീൻ എന്നത് മഹാനവറുകളുടെ സ്ഥാനപ്പേരാണ്. അവിടുത്തെ പേര് അബ്ദുൽ ഖാദിർ എന്നാണ്. കഴിവുള്ള പടച്ചവൻ്റെ അടിമ എന്നാണ് അതിനർത്ഥം. യജമാനനായ അള്ളാഹു കഴിവുള്ളവനാണ്. അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആർക്കും എന്ത് സ്ഥാനവും കൊടുക്കാൻ കഴിവുള്ളവനാണ്. ആരുടെ സ്ഥാനവും എടുത്തു കളയാനും കഴിവുള്ളവനാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ. സർവ കഴിവുകളും സർവ അധികാരങ്ങളും സർവ വിഷയങ്ങളും ആ റബ്ബിൻകലാണല്ലോ. ബിയദിക്കൽ ഖൈർ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ആർക്കെന്തധികാരം, ആത്മീയമോ ഭൗതികമോ ആയ അധികാരം ആർക്കെന്ത് റബ്ബ് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്ന സമയത്ത് അത് ലഭിക്കുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്ന സമയത്ത് അധികാരം നീ എടുത്തു കളയുന്നു. നമുക്കറിയാമല്ലോ, ആത്മീയമായി വലിയ അധികാരമുള്ള ആളായിരുന്നു ബൽഅബ് ഇബ്നു ബഊറാ. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെതിരെ അദബേട് കാണിച്ചപ്പോൾ അവൻ്റെ സർവ്വ അധികാരങ്ങളും എടുത്തു കളഞ്ഞു എന്ന് മാത്രമല്ല, അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, മഥലൂ കമഥലിൽ കൽബ്, അവൻ നായയെപ്പോലെ അധപ്പതിച്ചു പോയി. ആദരിക്കേണ്ടവരെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം, അംഗീകരിക്കേണ്ടവരെ അംഗീകരിക്കണം, അനുസരിക്കേണ്ടവരെ അനുസരിക്കണം. അതിനെതിരായി മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ പ്രാർത്ഥിക്കാൻ തുനിഞ്ഞത് പണം കണ്ടിട്ടായിരുന്നു. മൂസാ നബിയുടെ വിരോധികൾ കൊണ്ട് കൊടുത്ത സ്വർണത്തിൻ്റെ കട്ടികൾ, ആ സ്വർണ്ണക്കട്ടികളാണ് അദ്ദേഹത്തെ മൂസാ നബിക്കെതിരെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്. ആ സമയത്ത് അവൻ്റെ എല്ലാ അധികാരവും റബ്ബ് എടുത്തു കളഞ്ഞു. ആതൈനാഹു ആയാത്തിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കൊടുത്ത ആളാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ആത്മീയ അധികാരം തന്നെ അല്ലാഹു തആല എടുത്തു കളഞ്ഞു. ഭൗതികമായ അധികാരം എടുത്തു കളയുന്നത് നമ്മളൊക്കെ ഓരോ രാജ്യത്തും കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. നേരത്തെ വലിയ സ്ഥാനമുള്ളവർ തീരെ ഒന്നുമല്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരുന്നു. അതൊക്കെ നമ്മൾ അനുഭവിച്ച് കാണുന്നതാണല്ലോ. തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ, അല്ലാഹുവേ നീ ഉദ്ദേശിച്ചവരെ നീ ഇസ്സത്താക്കുന്നു. വതുദില്ലു മൻ തശാഉ, നീ ഉദ്ദേശിച്ചവരെ നീ നിന്ദിക്കുന്നു. ബിയദിക്കൽ ഖൈർ, എല്ലാ ഖൈറും നിന്റെ അധികാരത്തിലാണ്, നിന്റെ കഴിവിനുള്ളിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചില്ലേ? സുഹൃത്തുക്കളെ, സർവാധികാരിയായ റബ്ബ്, ആ റബ്ബിൻ്റെ പാവപ്പെട്ട ഒരടിമയാണ് ഞാനെന്ന് അതേ എല്ലാവരുടെയും അമ്പിയാക്കളുടെ അടുക്കം റൂഹ് പിടിക്കാൻ അല്ലാഹു അധികാരം കൊടുത്ത അസ്രായീൽ അലൈഹിസ്സലാം സമ്മതിച്ച് പറയുകയാണ്, ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണ്, അല്ലാഹ് കൽപ്പിച്ചതുപോലെ ചെയ്യുന്ന ആളാണ്, ഞാൻ നിങ്ങളോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ശൈഖേ. അപ്പോഴാണ് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ അസ്രായീൽ മനുഷ്യരൂപത്തിലാണ് വന്നത്. മനുഷ്യരൂപം പ്രാപിക്കാൻ മലക്കിന് കഴിയുമല്ലോ, ജിന്നുകൾക്കും കഴിയുമല്ലോ. പക്ഷേ ജിന്ന് അത് പന്നിയുടെയും നായയുടെയും രൂപവും കൂടി അതിന് രൂപപ്പെടാൻ ജിന്നിന് കഴിയും, ശൈത്താനിന് കഴിയും. അതേ സമയത്ത് മലക്കുകൾ ആ രൂപം പ്രാപിക്കുകയില്ല. ഏതായാലും
അത് മനുഷ്യരൂപത്തിൽ മലക്ക് പലപ്പോഴും വരും. സഹാബത്തിൻ്റെ മുമ്പിൽ, നബിതങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം പഠിക്കുന്ന ഒരു മുതഅല്ലിമിൻ്റെ വേഷത്തിൽ വന്നത് സഹീഹ് ഹദീസിലുണ്ടല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അസ്റായീൽ അലൈഹിസ്സലാം അത് പറഞ്ഞപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ അണച്ചിങ്ങ് കൂട്ടി. എന്നിട്ടതാ പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. ഞാൻ അബ്ദുൽ ഖാദിർ, എല്ലാറ്റിനും കഴിവുള്ള പടച്ചവൻ്റെ അടിമയാണ് ഞാൻ. നിങ്ങളും അതേപോലെ പടച്ചവൻ്റെ അടിമയാണ്. നമ്മളെല്ലാം അബീദുല്ലില്ലാ. എല്ലാവരും അല്ലാഹുവിൻ്റെ അടിമകളാണ്. ആ അടിമകളെ എല്ലാവരെയും അല്ലാഹു ഒരുപോലെയല്ല സംവിധാനിച്ചിട്ടുള്ളത്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. പിശാച് നിന്റെ അടിമകളെ ഞാൻ പിഴപ്പിക്കും, അല്ലെങ്കിൽ ആദൻ നബിയുടെ മക്കളെ പിഴപ്പിക്കും എന്ന് പറയുമ്പോൾ അല്ലാഹുവിൻ്റെ മറുപടിയാണ് എൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിച്ച, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അടിമകൾ. ലൈസ ലക അലൈഹിം സുൽത്താൻ, നിനക്കൊരധികാരവും അവരുടെ പേരിൽ ഇല്ല, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവർ ഹിദായത്തിലായി, സത്യത്തിലായി തന്നെ ജീവിച്ച് മരിച്ചു പോകും. അള്ളാഹു ആ കൂട്ടത്തിൽ സാധുക്കളായ നമ്മയും CM വലിയുല്ലാഹി പോലുള്ള മഹാന്മാരുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഉൾപ്പെടുത്തി തീരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അടിമകൾ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിൽ വളരെ താഴ്മയോടെ നടന്നു പോകുന്ന അടിമകൾ. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്തവർ അവരോട് ചിലപ്പോൾ സംസാരിക്കും, അവരതിനൊന്നും അതേ നാണയത്തിൽ തിരിച്ചടിക്കൂല. മറിച്ച് ഖാലൂ സലാമ, അവർ സമാധാനത്തിൻ്റെ വാക്ക് പറയും. അങ്ങനെ അവർ വളരെ കൃത്യമായ ജീവിത രീതി സ്വീകരിച്ചു പോകുന്നവർ. വല്ലദീനഹും അത് അവർ അങ്ങനെ മാത്രമല്ല, യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ, അവർ അല്ലാഹുവിന് ധാരാളമായി നിസ്കരിക്കും, സുജൂദ് ചെയ്യും, റുകൂഅ് ചെയ്യും, ഇഅ്തിദാൽ ചെയ്യും, നിൽക്കും. അങ്ങനെ സുജ്ജദൻ വഖിയാമാ, താഴ്മയോടെ റബ്ബിന് സാഷ്ടാംഗം ചെയ്ത് നിസ്കരിക്കുന്നവർ. ഓ സുഹൃത്തുക്കളെ, മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ മഹാനവറുകൾ എത്രയാണ് നിസ്കരിച്ചത്, എത്രയാണ് ഉറക്കമൊഴിച്ചത്. മഹാനവറുകളുടെ അടുത്ത ബന്ധുവും കൂടിയായ മുരിച്ചൂർ ഉസ്താദ് എഴുതിയ മൗലിദ് ഞാൻ മുമ്പ് പല സ്റ്റേജിലും കേൾപ്പിച്ചിട്ടുണ്ട്. മഹാനവറുകൾ വഅഖാമ ഇൻദ ശൈഖി സനവാതിൻ വിലാ ബിതഖായിഖിൽ അൻഫാസി ഹിമ്മതൻ ജലാ സൗമൻ വസഹറൻ ഖസഫ മുതഹല്ലില CM വലിയുല്ലാഹി കാന അളീമാ للفطر نصف للتسحر نصفه من حب تمرات وهذا صومه فصار مهزولا نحيفا جسمه CM ولي الله كان عظيما. രാത്രിയിൽ പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കലായിരുന്നു. അതേപോലെ തന്നെ എത്രയോ ദിവസം അതാ ഭക്ഷണം ഒഴിവാക്കി നോമ്പെടുക്കലായിരുന്നു. അവിടുന്ന് അല്ലാഹുവിന് ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി മനസ്സ് ക്ലിയറാക്കുകയായിരുന്നു. അവിടുന്ന് വെറും ഒരു കാരക്ക അതിൻ്റെ പകുതി നോമ്പ് തുറക്കാനും മറ്റൊരു പകുതി അത്താഴത്തിനും ഉപയോഗിച്ച് നോമ്പെടുത്ത ഒരുപാട് നോമ്പുകളുണ്ടായിരുന്നു. അങ്ങനെ മെലിഞ്ഞൊട്ടിയ ഒരു ശരീരമായിരുന്നു. وكان غبا كسلم يشرب في الباقيات من هميم يطرب. ബാഖിയാത്തു സാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു പഠിക്കുമ്പോൾ വെറും ഒരു അല്പം പാലിൻ്റെ കോപ്പ, ആ അല്പം പാല് മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുകയായിരുന്നു.
وهكذا الأعوام حقا يذهب سيم ولي الله كان عظيما. എത്രയോ കൊല്ലം അതേ നിലക്ക് മഹാനവറുകൾ കഴിച്ചു കൂട്ടിയിരുന്നു. മന്നാസു മഅറഫു ഹഖീഖത്തലു ബിഹി മിമ്മാ ഹവാഹു മിൻ ഇനായത്തി റബ്ബിഹി وقال بعض نحن من حزابه سيم ولي الله كان عظيما. ജനങ്ങളിൽ പലർക്കും മഹാനവറുകളുടെ കഴമ്പറിയില്ല, മഹാനവറുകളുടെ ഉള്ളറിയില്ല. അതേ അല്ലാഹു ജല്ല ജലാലുഹു വളരെയേറെ സ്ഥാനം കൊടുക്കുകയും പരിഗണിക്കുകയും ചെയ്ത വലിയ മഹാനാണ്. പലപ്പോഴും പലരും ഞാൻ സിയം വലിയുള്ളവൻ്റെ ആളാണെന്ന് പറയും. പക്ഷേ തഹജ്ജുദ് നിസ്കരിക്കാൻ അവരെ കിട്ടൂല, സുന്നത്ത് നോമ്പെടുക്കാൻ അവരെ കിട്ടൂല, ഉറക്കമൊഴിക്കാൻ അവരെ കിട്ടൂല. ഞാൻ സിയം വലിയുള്ളവൻ്റെ ആളാണെന്ന് പറയും. അതാണ് വഖാല ബഅദുൻ നഹ്നു മിൻ അഹ്സാബിഹി സിയം വലിയുല്ലാഹി കാന قد كان هذا الاجتهاد بيسيره بحضرة الشيخ الجليل بنظره حتى تفرد واعتلى في عصره سيم ولي الله كان عظيما. ഷെയ്ഖ് മുഹീദ്ദീൻ അൽ ഉല്ലാലി എന്ന് പറയുന്ന ആ മഹാനായ ഷെയ്ഖിൻ്റെ അടുക്കൽ ജീവിക്കുമ്പോൾ വല്ലാതെ പരിശ്രമിച്ച ആളാണ്, വല്ലാതെ നിസ്കാരം സുന്നത്ത് രാത്രിയിൽ ഉറക്കൊഴിച്ച് നിസ്കരിച്ച ആളാണ്. അതുപോലെ വല്ലാതെ നോമ്പെടുത്ത് പട്ടിണി കിടന്നതുപോലെ ജീവിച്ച ആളാണ്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ മഹാനവറുകൾക്കുണ്ട്. പടച്ച റബ്ബേ അങ്ങനെയൊന്നും കഴിഞ്ഞില്ലെങ്കിലും ഫർളും അതുപോലെ പ്രധാനപ്പെട്ട സുന്നത്തുകളെങ്കിലും ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ചരിത്രത്തിലേക്ക് മടങ്ങുകയാണ്. മലക്കുൽ മൗത്തിനെയും കൂട്ടിപ്പിടിച്ച് അണച്ചു പിടിച്ച് പൊട്ടിക്കരയുകയാണ്. നിങ്ങളും ഞാനും സർവ്വസൃഷ്ടികളും അള്ളാഹുവിൻ്റെ അടിമകളാണ്. പടച്ചവൻ്റെ നിർദ്ദേശപ്രകാരം ജീവിക്കേണ്ടവരാ. നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് അതാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറൽതുഹു അലൈഹി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലിയാക്കളോട് ശത്രുത വെക്കുന്നവരോട് പടച്ചവൻ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് അള്ളാഹു തന്നെ പറഞ്ഞതായി ഖുദ്സിയായ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറൽതുഹു അലൈഹി. ഞാൻ ഫർളാക്കിയ സംഗതി കൊണ്ട് എന്നിലേക്ക് അടുക്കുന്നതിനേക്കാൾ, എന്നിലേക്ക് അടുക്കാൻ അതിനേക്കാൾ നല്ല വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ നേർച്ചയിൽ പങ്കെടുക്കാൻ വന്ന സർവ്വ സ്ത്രീ പുരുഷന്മാരോടും പറയട്ടെ, ഒരു നേർച്ചയുടെ തിരക്കിലും നമ്മളെ നിസ്കാരം ഖളായി പോകാൻ പാടില്ല. ഒരു സിയാറത്തിൻ്റെ തിരക്കിലും നിസ്കാരം ഖളായി പോകാൻ പാടില്ല. അതേപോലെ നമ്മുടെ നിർബന്ധമായ അമലുകളൊന്നും കൈയൊഴിക്കാൻ പാടില്ല. ഒന്നിൻ്റെ പേരിലും നമ്മൾ ഹറാമ് ചെയ്യുന്നവരാകാൻ പാടില്ല. നമ്മൾ ലഹരിയുടെ അടിമകളാകാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുകയോ അവരെ ചാറ്റ് ചെയ്യുകയോ ചെയ്യുന്നവരാകാൻ പാടില്ല. ഒരിക്കലും തന്നെ നമ്മൾ മാതാപിതാക്കളെ അവഗണിക്കുന്നവരാകാൻ പാടില്ല. കുടുംബ ബന്ധം മുറിക്കുന്നവരാകാൻ പാടില്ല. ഉസ്താദുമാരെ അവമതിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നവരാകാൻ പാടില്ല. മുതഅല്ലിമീങ്ങളെ നിന്ദിക്കുന്നവരാകാൻ പാടില്ല. ലോകത്തൊരാളെയും നിന്ദിക്കുന്നവരാകാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ജുതനിബൂ കസീറം മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല, ചുഴന്നന്വേഷിക്കാൻ പാടില്ല. എല്ലാ മഹാന്മാരുടെയും ശൈഖായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, എല്ലാ മഹാന്മാരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന് മുമ്പുള്ള മഹാന്മാരെന്നതിനർത്ഥമില്ല. അതൊക്കെ സാധാരണ പ്രയോഗങ്ങളാണ്. പലപ്പോഴും എല്ലാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്നത് ആ പറഞ്ഞ ആൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചിലപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണം, അല്ലേ നമ്മൾ മനസ്സിലാക്കണം.
നമ്മൾ സാധാരണയായിട്ട് ചിലപ്പോൾ പറയും, നാടൊട്ടാകെ നോക്കി നടന്നില്ല, എന്നെ കണ്ടില്ലല്ലോ. അങ്ങനെ ആർക്കും നോക്കി നടക്കാനാവോ? പക്ഷേ അതൊരു പ്രയോഗമാണ്. നാടൊട്ടാകെ നോക്കി നടന്നു, അങ്ങനെ ചിലപ്പോൾ പറയും. അതുപോലെ ഞാൻ എല്ലാ സ്ഥലത്തും തിരഞ്ഞല്ലോ എന്ന് പറയും. എല്ലാ സ്ഥലത്തും തിരയാൻ ഒരാളെ കൊണ്ട് കഴിയുമോ? അതൊക്കെ സാധാരണ ഒരു പ്രയോഗമാണ്. അപ്പം ഇരിക്കട്ടെ, എല്ലാ മശായിഖന്മാരുടെയും ശൈഖ് എന്ന് ഞാൻ പറഞ്ഞത് സൂഫിയാക്കളായ മഹാന്മാർ, പിൽക്കാലത്തുള്ള എല്ലാ മഹാന്മാരും ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ആളാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. വമാലികുൻ വസൈറുൽ ലൈമ്മാ കദാ അബുൽ ഖാസിം ഹുദാത്തുൽ ഉമ്മാ. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ സൂചിപ്പിച്ചതിന് ശേഷം ഇബ്രാഹിമുൽ ലഖാനി റളിയല്ലാഹു അൻഹു അഖീദയുടെ കിതാബായ ജൗഹറത്തു തൗഹീദിൽ ഒരു മഹാന്റെ പേര് പറഞ്ഞു. അതാണ് അബുൽ ഖാസിം അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ആ അബുൽ ഖാസിം അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ജുനൈദുൽ ബഗ്ദാദി തങ്ങളാണ്. ആ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ വലിയ കറാമത്തുള്ള, വലിയ മഹത്വമുള്ള ആളാണ്, ആർക്കും സംശയമില്ല. മഹാനവറുകൾ പള്ളിയിലിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് വല്ല ജോലിക്കും പോയിക്കൂടെ, ഇദ്ദേഹം എന്തിന് ഇങ്ങനെ നടക്കണം എന്ന ഒരു തോന്നൽ വന്നു പോയതിൻ്റെ പേരിൽ മഹാനവറുകൾക്ക് അന്നത്തെ രാത്രിയിലുള്ള വിരുദുകളും ഇബാദത്തുകളും വലിയ ഭാരമായി തോന്നി. ഉറക്കിൽ ആ മനുഷ്യനെ ഒരു മരിച്ച മയ്യിത്തായി മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് തിന്നടോ എന്ന് പറയുന്നതാണ് കേട്ടത്. ഇത് മരിച്ച ശരീരമല്ല, എങ്ങനെ തിന്നും? നീ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട് നിന്റെ മനസ്സ് മന്ത്രിച്ചില്ലേ എന്നാണ് അപ്പോൾ ചോദ്യമുണ്ടായ. ഞാൻ ചുരുക്കി പറയുകയാണ്. ഉറക്ക് തെളിഞ്ഞ് ഞാൻ അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ച് അദ്ദേഹത്തെ പൊരുത്തപ്പെടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന് ഇലവെറുക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്നപ്പോൾ ഇനി മേലിലങ്ങനെ സംഭവിക്കാൻ പാടില്ല കേട്ടോ എന്നെന്നോട് പറഞ്ഞു. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് തരുന്നവനാണല്ലോ. സുഹൃത്തുക്കളെ, എത്ര വലിയ മഹാനാണെങ്കിലും ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മുടെ മനസ്സ് എപ്പോഴും ക്ലിയറായിരിക്കണം. അതേ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പടച്ചവൻ്റെ അടുക്കൽ എന്ത് ഉപകരിക്കണമെങ്കിലും ക്ലിയറായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കാൻ കഴിയണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇരിക്കട്ടെ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കെട്ടിപ്പിടിച്ച് കരയുകയാണ്. നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അടിമകളാണല്ലോ. ആരാണ് അള്ളാഹുവിൻ്റെ അടിമകളല്ലാത്തവർ? ആ അള്ളാഹുവിൻ്റെ അടിമകൾ എല്ലാവരും ഒരുപോലെ അല്ല. അതെ, അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞില്ലേ, വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി. അള്ളാഹു അവൻ്റെ അടിമകളിൽ തൗബ സ്വീകരിക്കുന്നവനാണ്. ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു സ്വീകരിക്കും. തള്ളിക്കളയുന്നവനല്ല, തട്ടിക്കളയുന്നവനല്ല. വയഅഫു അനിസ്സയ്യിആത്ത്. എത്ര വലിയ തെറ്റ് ചെയ്തവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അള്ളാഹ്. പക്ഷേ മനസ്സുകൊണ്ട് ഖേദിച്ച് മടങ്ങണം. ചെയ്യുന്ന തെറ്റ് നിർത്തിവെക്കണം. ചെയ്യില്ല ഇനിയെന്ന് തീരുമാനിക്കണം. വയഅഫു അനിസ്സയ്യിആത്ത് വയഅലമു മാ തഫ്അലൂൻ. നിങ്ങളെ മനസ്സിലെന്താണോ മന്ത്രിക്കുന്നത്, നിങ്ങളെ നാവിലെന്താണോ സംസാരിക്കുന്നത്, നിങ്ങളെന്താണോ പ്രവർത്തിക്കുന്നത്, അത് മനസ്സിൻ്റെ പ്രവൃത്തിയാകട്ടെ, അവയവങ്ങളെ പ്രവൃത്തിയാകട്ടെ, ശരീരത്തിൻ്റെ പ്രവൃത്തിയാകട്ടെ, ബ്രെയിനിൻ്റെ പ്രവൃത്തിയാകട്ടെ, എല്ലാം അറിയുന്നവനാണ് അല്ലാഹ്. അത് പറഞ്ഞിട്ടാണ് റബ്ബ് പറയുന്നത്, വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. ഈമാനും സൽക്കരമുള്ള മഹാന്മാർ, അവർക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. അവരുടെ മനസ്സിൽ അവരൊരു പ്രാർത്ഥന നടത്തിയാൽ നാവ് കൊണ്ട് പ്രാർത്ഥിക്കണമെന്നില്ല. അവരെ മനസ്സ് മന്ത്രിച്ചാലും റബ്ബിനറിയാമല്ലോ. വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവും ഉള്ളവർക്ക് ഉത്തരം നൽകുന്നവനാണ് അല്ലാഹ്.
അത് തന്നെയാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും അള്ളാഹു പറയുന്നതായി നബി തങ്ങൾ പഠിപ്പിക്കുന്നത്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി. ഞാൻ ഫർളാക്കിയ കാര്യം എടുക്കുന്നതിനാൽ എന്നിലേക്ക് അടുക്കുന്നു, അതിനേക്കാൾ നല്ല വേറെ ഒരു കാര്യം കൊണ്ട് എന്നിലേക്ക് അടുക്കാൻ കഴിയില്ല. നിസ്കരിക്കാതെ, നോമ്പെടുക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ഹജ്ജ് ചെയ്യാതെ, കുടുംബബന്ധം ചേർക്കാതെ, ബാപ്പ ഉമ്മയെ പരിഗണിക്കാതെ, ഹറാമുകൾ കൈയൊഴിക്കാതെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയില്ല. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറതുഹു അലൈഹി വലാ യസാലു, അല്ലെങ്കിൽ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. ഫർളിൻ്റെ കൂടെ സുന്നത്തുകൾ എടുക്കണം, ഫർളിൻ്റെ കൂടെ സുന്നത്തുകൾ എടുക്കണം. അങ്ങനെ സുന്നത്തുകൾ ധാരാളം എടുത്തു വരുമ്പോൾ ഇപ്പം ഇവിടെ വന്നു, പലർക്കും ഇവിടെ നിന്ന് നേർച്ചയുടെ ഭക്ഷണം കഴിക്കണം എന്ന ആഗ്രഹമുണ്ടാകും. പക്ഷേ പലരും നോമ്പുകാരാണ്, കാരണം അവർ സുന്നത്തെടുത്തവരാണ്. ഈ നോമ്പ് ഈ 6 ദിവസം തന്നെ എടുക്കണം എന്നില്ല, വേറെ 6 ദിവസവും ശവ്വാലിൽ വെച്ച് എടുക്കാം, അതിന് വിരോധം ഇല്ല. പക്ഷേ നല്ലത് ഈ ആദ്യത്തെ 6 ദിവസം തന്നെ എടുക്കുന്നതാണ്. പിന്നെ എടുക്കാമെന്ന് വിചാരിച്ച പലർക്കും പിന്നെ എടുക്കാൻ കഴിയാറില്ല എന്നുള്ളതാണ് അനുഭവം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഇത് സുന്നത്ത് നോമ്പാണ്. അതുപോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പുണ്ട്. പക്ഷേ പലപ്പോഴും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മളൊക്കെ പല കല്യാണ പരിപാടികളും നിശ്ചയിക്കലും നടത്താറുണ്ട്. അതുകൊണ്ട് ഈ 6 ദിവസത്തിലിടക്ക് ഭക്ഷണം വെച്ച് വിതരണം ചെയ്തില്ലേ എന്നൊന്നും ഒരു പുത്തൻവാദിയും അങ്ങനെ പറയണ്ട. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, സുഹൃത്തുക്കളെ, ഇവിടെ സുന്നത്തുകൾ എടുക്കുക, ധാരാളം സുന്നത്തെടുക്കുക. അങ്ങനെ സുന്നത്തുകൾ എടുക്കുമ്പോൾ സുന്നത്ത് നിസ്കാരമുണ്ട്, സുന്നത്ത് നോമ്പുണ്ട്, സുന്നത്തായ സദഖയുണ്ട്, സുന്നത്തായ ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഖുർആനോത്തുണ്ട്, ദിക്റുണ്ട്, സലാത്തുണ്ട്, അതുപോലെ മഹാന്മാരെ മദ്ഹ് ചൊല്ലലുണ്ട്, പറയലുണ്ട്, പാടലുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാടുണ്ട്. സുന്നത്തുകൾ ധാരാളം എടുത്താൽ ഞാനുമായി അവൻ വളരെ അടുക്കും. അല്ലാഹു പറയാണ്, ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കുന്നവനാകും. അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ അവൻ്റെ കഥ പിന്നെ പറയണോ? فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها. ഞാനൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കണ്ണും കാതും കയ്യും ഞാനാകുമെന്നാണ് ആ വാക്കിൻ്റെ നേരെ അർത്ഥം. അതേ സമയത്ത് റബ്ബൊരാളെ കയ്യും കാലും കണ്ണുമൊന്നും ആകൂലല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? വിശദീകരണം എന്താണ്? ഇമാം റാസി പറഞ്ഞു, യസ്മഉൽ ഖരീബ വൽ ബഈദ് യുബ്സിറുൽ ഖരീബ വൽ ബഈദ്. ദൂരെയുള്ളതും അടുത്തുള്ളതും കാണുന്നു, ദൂരെയുള്ളതും അടുത്തുള്ളതും കേൾക്കുന്നു. വളരെ ദൂരെയുള്ള പ്രവർത്തനം ഇവിടുന്ന് നടത്താൻ കഴിയുന്നു. മഹാനായ അബൂ യസീദിൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ചൊല്ലിയില്ലേ, ലിൽ ഖൗമി സിർറുൻ മഅൽ മഹ്ബൂബി ലൈസ ലഹു ഹദ്ദുൻ വലൈസ സിവൽ മഹ്ബൂബി യുസീഹി. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, ആരിഫീങ്ങളായ മഹാന്മാർക്ക് അവരും അവരെ റബ്ബും തമ്മിൽ ചില സിറുണ്ട്. അത് ശരിക്ക് ക്ലിപ്തമാക്കി പറയാൻ ഒരാൾക്കും കഴിയൂല. അത് മഹബൂബായ റബ്ബിനെ അറിയൂ. തസറുഫുഹും ഫിൽ കായിനാതി വമാ യശാഉ ശാഉ വമാ ശാഉ യഖ്ദീഹി. അവർക്ക് ഈ ഭൂമിയിൽ പല കൈകാര്യങ്ങളും അല്ലാഹു തആല ചെയ്യാനുള്ള കഴിവ് കൊടുക്കും, അതുപോലെ ഉപരിമണ്ഡലത്തിലും കൊടുക്കും. തസറുഫുഹും ഫിൽ കായിനാതി. അതെങ്ങനെയാണ്? ഒരു പുത്തൻവാദിയും അവിടെ സംശയിക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ കൈവശത്തിൽ ഒരു ശിർക്കുമില്ല. അതാണ് അബൂ യസീദിൽ ബിസ്താമി തങ്ങൾ പാടിയത്, വമാ യശാഉ ശാഉ. അതെ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ മഹാന്മാർ ഉദ്ദേശിക്കും.
ആ മഹാൻ അങ്ങനെ ഉദ്ദേശിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കും. അപ്പോൾ അവരത് ഉദ്ദേശിക്കും. വമാ ശഊഹു യഖ്ദീം, അങ്ങനെ അവർ ഉദ്ദേശിച്ചാൽ അള്ളാഹു അത് നിറവേറ്റി കൊടുക്കും. ആകയാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ അവർ ഉദ്ദേശിക്കുന്നില്ല. അവരുദ്ദേശിച്ചാൽ നിറവേറ്റി കൊടുക്കുന്നത് അള്ളാഹുവാണ്. ആകയാൽ പടച്ചവരുമായി ഒരു വിഷയത്തിലും ഒരു തുല്യതയും ഒരു മഹാനും ഒരു സുന്നിയും കൽപ്പിക്കുന്നില്ല. കുല്ലും മിൻ ഇൻദില്ലാ, മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, എന്ത് ഗുണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിങ്കിൽ നിന്നാണ്. എല്ലാ അധികാരമുള്ളവരും എല്ലാം അല്ലാഹുവാണ്. ഇവിടെ ഈ പരിപാടി നിയന്ത്രിക്കുന്നവരുണ്ട്, അവരെയും നിയന്ത്രിക്കുന്നവരുണ്ട്, അവരെയും നിയന്ത്രിക്കുന്നവരുണ്ട്. എല്ലാവരെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. അഗിനേ മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ല അനിൽ അനിശബീഹി വന്നദീരി. ഔലിയാക്കൾക്ക് പല വിഷയത്തിലും അല്ലാഹു ചില നിയന്ത്രണങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ മലക്കുകൾക്ക് നിയന്ത്രണങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ എല്ലാ നിയന്ത്രണങ്ങളും അല്ലാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആരും ശിർക്ക് ആരോപിച്ചുകൊണ്ട് സുന്നികളെ നെഞ്ഞിലേക്ക് വരണ്ട. ശിർക്കൊക്കെ മുബ്തദീങ്ങളെ കൈവശത്തിലാണുള്ളത്, സുന്നികളെ കൈവശത്തിലല്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല കയ്യും കാലും കണ്ണും ഒക്കെ ആകുമെന്നതിൻ്റെ ഉദ്ദേശം രണ്ട് തഫ്സീറാണ് ഇമാമിങ്ങൾ അതിന് പറയുന്നത്. ഒന്ന്, അവരുടെ കണ്ണുകൊണ്ട് അവർ ഹറാമ് നോക്കൂല, അവരെ കാതുകൊണ്ട് ഹറാമ് കേൾക്കൂല, അവരെ കൈ കൊണ്ട് ഹറാമ് പിടിക്കൂല, അവരെ കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കൂല. അതൊക്കെ റബ്ബിൻ്റെ പ്രത്യേക നിയന്ത്രണത്തിലായി അവരതാ ജീവിക്കുകയാണ്, മഹ്ഫൂദീങ്ങളാണ്. മറ്റൊരു മാനയാണ് ഇമാം റാസിയും മറ്റും പറഞ്ഞത്. അത് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിലും പറയുന്നുണ്ട്. അവർക്ക് അസാധാരണമായ കേൾവിയുണ്ടാകും, അസാധാരണമായ കാഴ്ചയുണ്ടാകും, അസാധാരണമായ പ്രവർത്തനങ്ങളുണ്ടാകും. ആ നിലക്ക് റബ്ബ് അവരെ സ്നേഹിക്കുമ്പോൾ വലിയ സ്ഥാനം കൊടുക്കുന്നു. അതിനുശേഷം റബ്ബ് പറയുന്നതായി അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നു. വൈൻ സഅലനീ ലഉതിയന്നഹു വൈൻ ഇസ്തആദനീ ലഉഈദന്നഹു. അത്തരത്തിൽ അള്ളാഹു സ്നേഹിച്ചവർ, അല്ല പറയാണ്, അവരെന്നോടൊരു കാര്യം ചോദിച്ചാൽ ഞാൻ എന്തായാലും കൊടുക്കും, അവരെന്നോട് കാവൽ ചോദിച്ചാൽ എന്തായാലും കാവൽ നൽകും. അതാണ് ഖുർആനും പറഞ്ഞത്, വയസ്തജീബുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. ഈമാനും സൽക്കർമ്മവും ഉള്ളവർക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യും, അവരുദ്ദേശിച്ചത് റബ്ബ് കൊടുക്കും. ആ കൊടുതി ലഭിക്കുന്നവരാണ് ആരിഫീങ്ങൾ, ഔലിയാക്കൾ. മഹാനായ CM വലിയുള്ളാഹിയുടെ ജീവിതത്തിൽ എത്ര ആയിരക്കണക്കിന് അനുഭവങ്ങൾ അനുഭവിച്ചവർ ലോകത്തെത്രയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, അങ്ങനെ എത്രയോ മഹാന്മാരെ അല്ലാഹു തആല ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിൻ്റെ അടിമകൾ തന്നെയാണ്. പക്ഷേ ആ അടിമകളെ അല്ലാഹു സ്നേഹിച്ചിരിക്കുന്നു, അവർ അല്ലാഹുവിനെയും സ്നേഹിച്ചിരിക്കുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ, അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീന ഗൈറ ളാല്ലീന വലാ മുളില്ലീൻ സിൽമൻ ലിഔലിയായിക വഅദുവ്വൻ ലിഅദായിക. നിന്റെ ഔലിയാക്കളോട് നല്ല നിലക്ക് പെരുമാറുന്നവരും സമീപിക്കുന്നവരും അവരെക്കുറിച്ച് ചിന്തിക്കുന്നവരുമാക്കണം. സിൽമൻ ലിഔലിയായിക വഅദുവ്വൻ ലിഅദായിക. നിന്റെ ശത്രുക്കളോട് ശത്രുതയുള്ളവരാക്കണം, വെറുപ്പുള്ളവരാക്കണം. വഅദുവ്വൻ ലിഅദായിക നുഹിബ്ബു ബിഹുബ്ബിക മൻ അഹബ്ബക. നിന്നെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ ഞങ്ങൾ സ്നേഹിക്കുന്നു അല്ലാഹ്. വനുആദി ബിഅദാബതിക മൻ ഖാലഫക. നിന്നോട് എതിർപ്പ് ചെയ്യുന്ന കക്ഷികളോട് ഞങ്ങൾ എതിർപ്പ് കാണിക്കുന്നു, കാരണം നീ അവർക്കെതിരാണെന്നതുകൊണ്ട് എതിർപ്പ് കാണിക്കുന്നു അല്ലാഹ്. ആകയാൽ അഫ്ളലുൽ അമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പടച്ചവന് വേണ്ടി സ്നേഹിക്കുക, പടച്ചവന് വേണ്ടി വെറുക്കുക.
അങ്ങനെ ജീവിക്കുന്നവർക്കാണ് അർശിന്റെ തണല്. റജുലാനി തഹബ്ബാ ഫില്ലാഹി വജ്തമാ അലൈഹി വതഫാറഖാ അലൈഹി. പടച്ചവന് വേണ്ടി മാത്രമുള്ള സ്നേഹം, പടച്ചവന് വേണ്ടിയുള്ള വെറുപ്പ്, ഭൗതികമായ കാര്യലാഭത്തിന് വേണ്ടിയല്ല, സ്ഥാനമാനത്തിന് വേണ്ടിയല്ല. അങ്ങനെ വരുമ്പോൾ ആഖിറം നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തരുത് അല്ലാ. മൻ കാന യുരീദുൽ ആഖിറത, അതേ വല്ലവരും ആഖിറം ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ, മൻ കാന യുരീദു ഹർസൽ ആഖിറതി, മൻ കാന യുരീദു ഹർസൽ ആഖിറതി നസിദ് ലഹു ഫീ ഹർസിഹി. ആഖിറത്തിലേക്ക് സമ്പാദിക്കണമെന്ന നിലക്ക് വല്ലവനും പ്രവർത്തിക്കുകയും ആ ഉദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്താൽ നസിദ് ലഹു ഫീ ഹർസിഹി, അവന് ധാരാളം വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ. വമൻ കാന യുരീദു ഹർസദ് ദുനിയാ, ദുനിയാവിൽ അതാ എനിക്ക് കുറേ ആള് വേണം, കുറേ കയ്യടി വേണം, ദുനിയാവിൽ എൻ്റെ കട്ടൗട്ട് വെക്കണം, എൻ്റെ ഫോട്ടോ വെക്കണം, പത്രത്തിൽ എൻ്റെ പേര് വരണം, എനിക്കതാ ചാനലിൽ പ്രത്യക്ഷപ്പെടണം, അതുപോലെ ദുനിയാവിൽ എനിക്ക് പണം കിട്ടണം, കാര്യം ലഭിക്കണം. ഇങ്ങനെ ഉദ്ദേശിച്ചാൽ റബ്ബ് പറയുന്നു നൂതിഹി മിൻഹാ. ദുനിയാവിൽ ചിലപ്പോൾ അതൊക്കെ കിട്ടിയെന്ന് വരും, അള്ളാഹു ഉദ്ദേശിച്ചതൊക്കെ കൊടുത്തു എന്ന് വരും, പത്രത്തിൽ വരും, ഫോട്ടോ വരും, ആള് പുകഴ്ത്തിപ്പറയും, കയ്യടി കിട്ടും, പലതും കിട്ടും. പക്ഷേ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, ആഖിറത്തിലൊന്നും കിട്ടൂല. ദുനിയാവാണോ ഉദ്ദേശം? വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. വല്ലാത്തൊരു വാക്കാണത്. ഖുർആൻ തഫ്സീർ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, മുഖ്തസർ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം. വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, ആഖിറത്തിലൊന്നും കിട്ടൂല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പ്രതിഫലത്തിനതിരില്ല. അതൊരു 100 കൊല്ലത്തെ എന്റെ മരണം വരെ കോടി ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലം. ഖാലിദീന ഫീഹാ അബദാ. അല്ലാഹുവിൻ്റെ പൊരുത്തം കിട്ടിയവർ കാലകാലം റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ വീടായ സ്വർഗം. അല്ലാഹുവേ, സിഎം വലിയുല്ലാഹി പോലുള്ള മഹാന്മാരോട് കൂടെ, ഞങ്ങളെ ഉമ്മബാപ്പമാരുടെ കൂടെ, അവരുടെ മുൻഗാമികളുടെ കൂടെ, അല്ലാഹുവേ, മറ്റു സാലിഹീങ്ങളുടെ കൂടെ ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബീഉൽ അവ്വൽ 12 ജനിച്ച ആളാണ് മഹാനായ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതൊരു വലിയ ഒരു ഭാഗ്യം തന്നെയല്ലേ റബീഉൽ അവ്വൽ 12. കാരണം ജനനവും മരണമൊന്നും നമ്മളെ നിയന്ത്രണത്തിലല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഭാഗ്യം കൊടുത്ത ആളാണ് സിഎം വലിയുല്ലാഹി. വിലാദത്തു ഫീ റബീഉൽ അവ്വൽ മാ കൗനിഹി 12 യൗമൻ മുൻജലി ഫലഹു മുവാഫഖത്തുർ റസൂലിൽ മുക്മിലി. സിഎം വലിയുല്ലാഹി കാന അളീമാ. നന്നായി ഇൽമു പഠിച്ചു, നന്നായി അധ്വാനിച്ച് പഠിച്ചു, പട്ടിണി കിടന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ചതിന് ശേഷം മഹാനവറുകൾ നന്നായി നല്ല ഇൽമും തഖ്വയുമായി ജീവിച്ചു. നാട്ടിൽ തന്നെ ദർസ് നടത്തി. അങ്ങനെ എല്ലാവർക്കും വലിയ ആദരവുള്ള വ്യക്തിയായി. പിന്നീട് ദുനിയാവ് മുഴുവനും വലിച്ചെറിഞ്ഞു. മഹാനായ റഈസുസ്സാഹിദീൻ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വീടും നാടും വിട്ട് ഒഴിഞ്ഞ് വലിച്ചെറിഞ്ഞ് പോയതുപോലെ എല്ലാം വിട്ടുകൊണ്ട് ഇറങ്ങി മഹാനായ സിഎം വലിയുല്ലാഹി. ഫഖ്താറ ഉസ്ബതഹു വകസുറ ഖിസാലുഹു. സിഎം വലിയുല്ലാഹി കാന അളീമാ. ആ മഹാൻ ഹജ്ജിന് പോയി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ മദീനയിലെത്തിയപ്പോൾ ബോധരഹിതനായി വീണു. ഹുബ്ബാണത്, നബി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ ഹുബ്ബ്. അതിൻ്റെ പേരിൽ ബോധരഹിതരായി വീണു. ബാപ്പ ഹജ്ജിന് പോയ സമയത്ത് നിങ്ങൾക്ക് ഒരു വലിയായ മകൻ ജനിക്കാൻ പോകുന്നു എന്ന് സ്വപ്നത്തിൽ കണ്ടിരുന്നു. മഹാനവറുകൾ വാദിന് പോയ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്കൊരു വലിയായ മകൻ ജനിച്ചിട്ടുണ്ടെന്ന് വേറെ ഒരു മഹാൻ സൂചിപ്പിച്ചപ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ വീട്ടിൽ വന്നപ്പോൾ മഹാനവറുകൾ ജനിച്ചത് കാണുകയായിരുന്നു. മുഹമ്മദ് എന്നും അബൂബക്കർ എന്ന് ചേർത്തുകൊണ്ട് വിളിക്കണമെന്ന് നിർദ്ദേശം കിട്ടിയതനുസരിച്ച് വിളിച്ചതായിരുന്നു. അതാണ് മുഹമ്മദ് അബൂബക്കറിൽ വലി, മുഹമ്മദ് അബൂബക്കറിൽ മടവൂരി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. സഹോദരന്മാരെ, ആ മഹാനായ CM വലിയുല്ലാഹിയുടെ ആണ്ട് നേർച്ചയ്ക്ക് പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വഴിയിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി പ്രതിജ്ഞ എടുത്തുകൊണ്ട് പരിശുദ്ധ റമദാൻ കഴിഞ്ഞൊരു സമയവും കൂടിയാണല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി തെറ്റുകളിലേക്ക് മടങ്ങുകയില്ലെന്ന്, ഞാൻ ഒരു ഫർളും കൈയൊഴിക്കുകയില്ലെന്ന്, സുന്നത്തുകൾ കഴിവിൻ്റെ പരമാവധി എടുത്ത് ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കുമെന്നും, അങ്ങനെ ഞാനും മരിച്ചു പോകും, എല്ലാവരും മരിച്ചു പോകും. CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ 100 പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ അതേ അല്ലാഹു തആല അതിന് നിമിത്തമായി നിശ്ചയിച്ച മഹാനാണ്. ഓ സുഹൃത്തുക്കളെ, ആ CM വലിയുല്ലാഹിയും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മരണപ്പെട്ടു. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മഹാന്മാരും എന്തിനധികം പറയണം, റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ആരും ഇവിടെ നിലനിൽക്കൂലല്ലോ. ആ മരണം എൻ്റെ മുന്നിലുണ്ടെന്ന ബോധത്തോടുകൂടി നമ്മൾ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ച്, അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിച്ച്, അള്ളാഹു സ്നേഹിച്ചവരെ സ്നേഹിച്ച്, ഏത് വിഷയം ചെയ്യുമ്പോഴും ഇത് അള്ളാഹു പൊരുത്തപ്പെട്ടതാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും സംശയമുള്ളതിൽ മാറി നിൽക്കുകയും, അങ്ങനെയല്ലേ നിമിതങ്ങൾ പഠിപ്പിച്ചത്. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ ഉമൂറും മുശബ്ബഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്. വ്യക്തമാണ്, ഹലാല് വ്യക്തമാണ്. അതേ കൺഫ്യൂഷനാകുന്ന ചില വിഷയങ്ങളുണ്ട്. അത് വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർക്കേ മനസ്സിലാകൂ എന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ പറഞ്ഞില്ലേ, സംശയമുള്ളത് ഒഴിവാക്കുക, കൺഫ്യൂഷൻ ഉള്ളത് മാറ്റിവെക്കുക. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവൻ്റെ ദീന് സംരക്ഷിക്കാൻ, അവൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ അത് കാരണമാകുന്നു. അങ്ങനെ സംശയങ്ങളുള്ളത് ഒഴിവാക്കി നമുക്ക് സംശയമില്ലാത്തതെല്ലാം എടുത്ത് നമ്മൾ നല്ലവരായി മുത്തഖീകളായി ജീവിച്ച് മരിക്കണം. അതിന് റബ്ബ് ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും സർവ്വ മുഅ്മിനീങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. കുട്ടിക്കാലത്ത് എനിക്കൊരു രോഗം ഉണ്ടായിരുന്നു. ആ രോഗം കാരണത്താൽ ഞാൻ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ കാണാൻ പോയി. നാദാപുരത്ത് ഒരു വീട്ടിൽ മഹാനവറുകൾ ഉണ്ടായിരുന്നു. ഞാൻ പേരോട് വെച്ച് നഹ്വിൻ്റെ കിതാബ് ഓതുന്ന സമയമാണ്. ഞാൻ മഹാനവറുകളെ കാണാൻ പോയി. എൻ്റെ പെങ്ങളെ വീട്ടിൽ CM വലിയുല്ലാഹിയെ അവരുടെ ഭർത്താവിൻ്റെ ബാപ്പ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ പഴയ കാലത്തുള്ള സംഭവങ്ങളാണ്. ഇരിക്കട്ടെ, ഞാൻ അവിടെ ചെന്നു. കണ്ടപ്പോൾ എന്നോട് ചില സൂറത്തുകൾ ഓതാൻ പറഞ്ഞു. എൻ്റെ രോഗം പറഞ്ഞപ്പോൾ അതിന് വേണ്ടാന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ആ രോഗം എനിക്ക് ശേഷം ഇല്ല, ഇപ്പോഴും ഇല്ല. അല്ലാഹു തആല അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെയില്ലേ മഹാന്മാരായ ആളുകൾ അവരെ നാവ് കൊണ്ട് പറഞ്ഞാൽ പോലും അല്ലാഹു തആല അത് നിറവേറ്റി കൊടുക്കും. അതാണ് നേരത്തെ അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞത്, അവർ ഉദ്ദേശിച്ചാൽ തന്നെ യഖ്ദിഹി അല്ലാഹു വീട്ടി കൊടുക്കും. അങ്ങനെയുള്ള മഹാന്മാരുണ്ട്. അതൊന്നും തള്ളി പറയാൻ പോകണ്ട. നമ്മൾ അള്ളാഹുവിൻ്റെ ദീനായി മനസ്സിലാക്കണം.
നമ്മുടെ വിശ്വാസത്തിന് കുഴപ്പം സംഭവിക്കരുത്, കർമ്മത്തിന് കുഴപ്പം സംഭവിക്കരുത്. അല്ലദീന ആമനു, വിശ്വാസം ക്ലിയറായവർ, വഅമിലു സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്തവർ, അവർക്ക് അല്ലാഹു തആല ഒരുപാട് സമ്മാനം കൊടുക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഇന്നല്ലദീന ആമനു വഅമിലു സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അല്ലാഹു സ്നേഹത്തെ ആക്കി കൊടുക്കും. എല്ലാ സംഘടനയിൽപ്പെട്ട സുന്നികളും, എല്ലാ വിഭാഗം സുന്നികളും സിയം വലിയുല്ലാഹിയെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. അതിനനുസരിച്ചുള്ള സംരംഭങ്ങളും രൂപങ്ങളും അള്ളാഹു സംവിധാനിക്കുന്നു. അതനുസരിച്ച് അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം സ്നേഹം അള്ളാഹു ഇട്ട് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അതേസമയത്ത് ഇല്ലാത്തവർക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പുത്തൻവാദികൾ മഹാനവറുകളെ സംബന്ധിച്ച് തോന്നിവാസം പറയുന്നു, വളരെയേറെ തോന്നിവാസം പറയുന്നു. അവർക്ക് ആ സ്നേഹിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ഈമാനിലും തഖ്വയിലുമായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും, നമ്മെ സ്നേഹിക്കുന്നവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ സംഘാടകരോട് ചോദിച്ചു എത്ര മിനിറ്റാണ് പറയേണ്ടത്. അപ്പോൾ പറഞ്ഞു എത്രയും പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഹയാത്തിലുണ്ടാവില്ല, നമുക്ക് ഇനിയും പ്രസംഗിക്കണ്ടേ, അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ നമ്മുടെ സ്ഥാപനം ഉണ്ടല്ലോ, അവിടെയും പരിപാടി വരുമല്ലോ. ആ സമയത്തും ഇൻഷാ അല്ലാഹ് സാധിച്ചെങ്കിൽ എപ്പോഴും പറയാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കട്ടെ.